ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പൊളിറ്റിക്സ് ഓഫ് ട്രാൻസ്ലേഷൻ ഗായത്രി ചക്രവർത്തി സ്പിവാക്കിൻ്റെ എസ്സേ പഠിക്കാം. നമ്മൾ മെയിനായിട്ട് ആദ്യ ഓതറിനെ കുറിച്ച് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്, ഷീ ഈസ് എ ഗ്ലോബലി റിനൗൺഡ് ലിറ്റററി തിയറിസ്റ്റ്, ഫിലോസഫർ ആൻഡ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. ഇത്രയും ഓർത്തിരിക്കുക: റിനൗൺഡ് ലിറ്റററി തിയറിസ്റ്റ്, ഫിലോസഫർ ആൻഡ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. അവർ ജനിച്ചത് ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ്. ബട്ട് ഷീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ അക്കാഡമിക് ലൈഫ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മേജറായിട്ടുള്ള ഒരു വർക്കെന്ന് പറയുന്നത് ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക്. അത് ഓർത്തിരിക്കുക. വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഷീ ഈസ് വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ തിയറി ആൻഡ് എ സ്ട്രോങ് വോയിസ് for the marginalized, especially women of the global south. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് her work focuses on translation, feminism, Marxism and the politics of representation. Feminism, Marxism and the politics of representation. ഇതെല്ലാം അവരുടെ വർക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു വട്ടോടെ പറയാം: ട്രാൻസ്ലേഷൻ, her work focuses on translation, feminism, Marxism ആൻഡ് ദ പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. അത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല സ്പിവാക്കിൻ്റെ എസ്സേകളൊന്നും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡെപ്ത് എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആണ്. അതുപോലെ മെയിനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഷീ ആർഗ്യൂസ് ഫോർ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഓൾ ഇൻ്റലക്ച്വൽ വർക്ക്, എസ്പെഷ്യലി ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ടീച്ചിങ്. സോ അക്കാഡമിക് വർക്കുകളെന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പൊളിറ്റിക്കൽ എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇത് മെയിനായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന വർക്ക് ദ പൊളിറ്റിക്സ് ഓഫ് ട്രാൻസ്ലേഷനാണ്. അപ്പം ഏതാണ്ട് ഒരു ബേസ് ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ഇടാൻ പോകുന്നത് ഈ ഒരു എസ്സേനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങളിത് കേട്ട് നോക്കിയിട്ട് അടുത്തൊരു തുടർച്ച ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബേസ്ഡ് ഓൺ ദറ്റ് കമൻറ്റ്സ് ഐ വിൽ പോസ്റ്റ് ദ നെക്സ്റ്റ് പാർട്ട്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് ആക്ടിവിറ്റി മാത്രമല്ല, അതൊരു ഡീപ്ലി പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ ആക്ട്. അതാണ് ഈ ഒരു വർക്കിൻ്റെ ഒരു ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ ഒരു പോർഷൻ ഓർത്തിരിക്കുക: ട്രാൻസ്ലേഷൻ ഇസ് നോട്ട് ഓൺലി എ ലിംഗ്വിസ്റ്റിക് ആക്ടിവിറ്റി, ഇറ്റ്സ് എ ഡീപ്ലി പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ ആക്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്പിവാക്കിൻ്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ എന്താണെന്ന് പഠിക്കാം. പൊളിറ്റിക്സ് ഓഫ് ട്രാൻസ്ലേഷൻ. ഇത് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് പരിഭാഷയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയാം. സോ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു വർക്കിൽ സ്പിവാക്ക് ചോദിക്കുന്നത്. സോ പരിഭാഷ എന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചും അതൊക്കെയാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു പോയിൻ്റ്, ഈ ഒരു വർക്കിനകത്ത് പല സ്കൂളുകളെ കണക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം. ഈ സ്കൂളുകളെല്ലാം ഈ ഒരു വർക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോഴാണ് പരിഭാഷയുടെ ആ ഒരു എത്രത്തോളം ഡീപ്പാണ് പരിഭാഷ എന്ന പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, പരിഭാഷ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഒന്നുമല്ല. അത് ഒരു ടെക്സ്റ്റിനോട് നമ്മൾ കൊടുക്കുന്ന 100% ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഒരു ട്രാൻസ്ലേറ്റർ. സോ ആ പരിഭാഷ ചെയ്യുന്ന ആൾ അയാളുടെ ഒരു മൊത്തം ഐഡൻറ്റിറ്റീനെ മാറ്റി ഈഗോ ഒന്നും ഇല്ലാതെ ആ ടെക്സ്റ്റ് എന്താണോ, അതിൻ്റെ സോൾ എന്താണോ അതിനോട് കണക്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, പരിഭാഷ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് റീഡിങ് അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു വായനയാണ്. ബിക്കോസ് ഇതൊരു പുറമേ ഉള്ളൊരു പ്രവർത്തനമൊന്നുമല്ല. ടെക്സ്റ്റിൻ്റെ ഓരോരോ പാളിയിലും കയറി ഓരോരോ കാര്യങ്ങളിലൂടെയും കടന്നുപോയി വേണം ഒരു ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അടുത്തത് സ്ത്രീയുടെയും അത് വിമൻ്റെയും ഭാഷയുടെയും ലാംഗ്വേജിൻ്റെ തമ്മിലുള്ളൊരു കണക്ഷൻ. സോ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വിമൻ്റെ ആ ഒരു ലാംഗ്വേജും സോ ഹൗ ഇറ്റ്സ് റെപ്രസെൻറ്റഡ്, അതെങ്ങനെ ഒരു പൊളിറ്റിക്സിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു പേടി അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഹൗ എ വിമൻസ് ലാംഗ്വേജ് ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ആക്ച്വലി അതൊരു എന്താ പറയുക താഴ്ന്നു പോകുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ്
ഒരു യുക്തിനെക്കാട്ടിലും സോ ഒരു റെറ്ററിക് എന്നൊരു ഐഡിയ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നുണ്ട്. റെറ്ററിക്ക് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണ് ഇറ്റ്സ് ആർട്ട് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എഫക്റ്റീവ്ലി എന്ന് പറയാം. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇതിൽ പറയുന്നുണ്ട് വി മസ്റ്റ് നോട്ട് പ്രിവിലേജ് ലോജിക് ഓവർ റെറ്ററിക്. ഒരു ട്രാൻസ്ലേറ്റർ ലോജിക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ വർക്ക് ശരിയായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടില്ല. അപ്പം ലോജിക്കിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും റെറ്ററിക്കിന് ആവണം. നെക്സ്റ്റ് വൺ ഇസ് ദ ട്രാൻസ്ലേറ്റർ ഷുഡ് ലവ് ദ ടെക്സ്റ്റ്. സോ ആ ഒരു ലവിലൂടെ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഈ ഒരു വർക്കിനെ കുറിച്ച് ഇനി ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും കണ്ടൻസ്ഡ് ആയിട്ട് എടുത്താൽ പോലും മോർ ദാൻ 20 പോയിൻറ്റ്സ് ഇതിൽ നമുക്ക് എലിസിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എക്സാം ഓർ സംതിങ്